വിദേശ സംഭാവന നിയന്ത്രണ ബില്ല് ലോക്സഭയിൽ പരിഗണിക്കുന്നത് നീട്ടിയിരിക്കുകയാണ്. ബില്ലിനെതിരെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. പ്രതിപക്ഷ കക്ഷികൾ പാർലമെന്റിനകത്തും പുറത്തും ഉയർത്തിയ പ്രതിഷേധത്തെ തുടർന്നാണ് നീക്കം. എന്നാൽ ബില്ലിൽ നിന്ന് പിന്നോട്ടില്ലെന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേന്ദ്രം. ബില്ല് പരിഗണിക്കുന്നത് നീട്ടിയിട്ടേ ഉള്ളൂ എന്നും ആശങ്ക നീങ്ങിയിട്ടില്ല എന്നും CBSE പ്രതികരിച്ചു. തിരഞ്ഞെടുപ്പ് കാലം കൂടിയായതോടെ FCRA ബില്ലിനെതിരായ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായിരുന്നു. മഗർദോറിൽ ധർണയ്ക്കൊരുങ്ങുന്നതിന് തൊട്ടു മുൻപാണ് സ്പീക്കർ ഓം ബിർള അവിടെ എത്തി ബില്ല് ഇന്ന് പരിഗണിക്കുന്നില്ല എന്ന് കേരളത്തിൽ നിന്നുള്ള MP-മാരെ അറിയിച്ചത്. എന്നാൽ ബില്ല് പിൻവലിക്കണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം ചെവിക്കൊള്ളാൻ കേന്ദ്രം തയ്യാറായില്ല. बिल तो कई इंट्रोड्यूस हुए हैं, कंसिडरेशन के लिए समय में टेकअप करते हैं सिचुएशन को देख करके. ബില്ല് അവതരണം മാറ്റിയതിന് പിന്നിൽ കേരളത്തിലെ BJP-യുടെ സമ്മർദ്ദവുമുണ്ട്. എന്തെങ്കിലും ഒരു ആശങ്കയുണ്ടെങ്കിൽ അങ്ങനെ ഒരു ലെജിസ്ലേഷൻ ഈ സർക്കാർ പാസ് ചെയ്യില്ല, നരേന്ദ്രമോദിജി സർക്കാർ. അതെല്ലാം ആ ആശങ്ക ക്ലാരിഫൈ ചെയ്തിട്ട് മാത്രമേ ആ ബില്ല് പാസ് ചെയ്യുള്ളൂ. കേരളം അടക്കം തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷം BJP-ക്കെതിരെ FCRA ആയുധമാക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഷയത്തിൽ ക്രൈസ്തവ സഭകൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ന്യൂനപക്ഷങ്ങളിലാകെ ആശങ്ക നിലനിൽക്കുമ്പോൾ ഇവിടെ BJP-യുടെ സ്ഥാനാർത്ഥികളായ ചിലര് ആ ന്യൂനപക്ഷ വിഭാഗത്തെ കൂടുതൽ വേദനിപ്പിക്കുന്ന പ്രസ്താവനകളുമായി രംഗത്ത് വരുന്നു. രാജ്യം കടുത്ത ഉത്കണ്ഠയിൽ, ആ ഉത്കണ്ഠയിൽ നമ്മളും പങ്കുചേരുന്നു. ഈ ഭേദഗതി നടപ്പാക്കാൻ പാടില്ല, അടിയന്തരമായി പിൻവലിക്കണം എന്താണ് രാജ്യത്ത് ഉയരുന്ന ആവശ്യം. ബില്ല് നീട്ടിവെച്ചതിനെ സ്വാഗതം ചെയ്യുമ്പോഴും ക്രൈസ്തവ സഭകൾ ആശങ്കയിൽ നിന്ന് പക്ഷേ മുക്തരല്ല. It is postponed, it is not taken back, so our concerns remain the same and we will get now some time, so we will raise this issue in front of the government to the concerned authorities. Our delegation will go and meet them. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.